ദൈവതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് 3 നോമ്പിൻ്റെ 3-ാം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും യോനായുടെ വഴിവിട്ട ജീവിതങ്ങളിൽ താൻ പോയ വഴികളിൽ സങ്കീർണങ്ങളായ വേദനകളുടെയും ദുരിതങ്ങളുടെയും ഒരു കഥ പറയുന്നത് കടലിൽ തൻ്റെ ജീവൻ മരണ പോരാട്ടത്തിൽ അനേകം യാത്രക്കാരുടെ സാക്ഷ്യപ്പെടുത്തലുകൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. ഈ ഒരു വേദനയുടെയും സങ്കടത്തിൻ്റെയും പിന്നിലുള്ള കാരണം യോനായെ ദൈവത്തിൻ്റെ വിളി, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഇവ ലംഘിച്ച് താൻ തൻ്റേതായ സുഖങ്ങളെ തേടി പോയതുകൊണ്ടാണ്. ഈ വേദഭാഗം നമുക്ക് തരുന്ന ഗുണപാഠം സുഖങ്ങളെ തേടി സ്വന്തം ഇഷ്ടപ്രകാരം യാത്ര ചെയ്യുമ്പോൾ ദൈവവഴി, ദൈവ ഇഷ്ടം, ദൈവാലോചന, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ്, ഈ വക ചിന്തകൾ നമ്മളിൽ നിന്ന് അന്യമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നാം സങ്കീർണങ്ങളായ പ്രശ്നങ്ങളോട് മല്ലടിക്കുകയും സങ്കീർണങ്ങളായ പ്രശ്നങ്ങളെ നോക്കിക്കാണുകയും ചെയ്യേണ്ടതായി നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടതായും വരും. മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത നിനവെ തീരദേശം നൽകുന്ന മറ്റൊരു സാക്ഷ്യമാണ്. യോനായുടെ മാനസാന്തരത്തിലൂടെ അനേകായിരങ്ങളുടെ ആത്മാക്കളെ സ്വർഗത്തിലെത്തിക്കുവാൻ, അനേക ജീവിതങ്ങളെ പാവബോധത്തിലേക്കും പശ്ചാത്താപത്തിലേക്കും നയിക്കുവാൻ യോന എന്ന വ്യക്തിയിലൂടെ നിനവെ മാനസാന്തരത്തിലേക്ക് എത്തിച്ചേർന്നു. ഞാനെന്ന വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ, വിശദീകരിക്കപ്പെടുമ്പോൾ എൻ്റെ ദേശം, എൻ്റെ ഇടവക, എൻ്റെ പ്രവർത്തന രംഗങ്ങൾ, എൻ്റെ കൃഷിയിടങ്ങൾ, എൻ്റെ ബിസിനസ്, ഞാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും ഒരു അഭിവൃദ്ധി, മേൽഗതി, ഉയർച്ച, വളർച്ച, അതെല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരും. പ്രിയമുള്ളവരെ, ഈ വേദഭാഗത്തും നമുക്കൊരു ഗുണപാഠമുണ്ട്. നമ്മുടെ വിശദീകരണം അനേകരുടെ വിശുദ്ധിക്ക് കാരണമായി തീരും. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് 3 നോമ്പിൻ്റെ പ്രാർത്ഥന ആശംസകൾ നേർന്നുകൊണ്ട് പുത്തൂർക്കുടലിൽ ജയമോനച്ചൻ.